കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2016 വോട്ട് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് മുന്നിൽ നിന്ന മണ്ഡലമാണ്. 75,000 വോട്ടുള്ള എൽ ഡി എഫിനാകുമ്പം 70,000 വോട്ടോളേ ഉള്ളൂ. യു ഡി എഫിന് ഒരു 5,000 താഴെ വോട്ടിന് 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒരു ഏകദേശം തുല്യ ശക്തികൾ എന്ന് പറയാം. 5,000 വോട്ടിന് 2,500 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരണം മാറും. ഇപ്പം എൻ ഡി എന്ന് പറയുന്നത് 14,000 വോട്ട് ഒരു പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, വലിയൊരു സ്വാധീന ശക്തിയല്ല. 2021 ആയപ്പോൾ എൽ ഡി എഫ് നിലനിർത്തി 83,000 വോട്ട് എൽ ഡി എഫ് നേടിയപ്പോൾ യു ഡി എഫ് 80,000 വോട്ടോളം നേടി. 4,000 വോട്ടിന് വീണ്ടും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് നിലനിർത്തിയൊരു മണ്ഡലമാണ്. എൻ ഡി എയുടെ വോട്ട് കുറഞ്ഞു, നല്ലൊരു 10,000 വോട്ട് അവർക്ക് അടിസ്ഥാനമായിട്ടുണ്ട് എൻ ഡി എക്ക്. 2021 വീണ്ടും എം പി ഇലക്ഷൻ ആകുമ്പോൾ കഴിഞ്ഞ എം പി ഇലക്ഷനിൽ യു ഡി എഫ് അത് ശക്തമായ ലീഡ് എടുത്തിരിക്കുകയാണ്. 23,000 വോട്ടിൻ്റെ ലീഡ് എടുത്തിരിക്കുകയാണ്. 95,000 വോട്ട് യു ഡി എഫിനുള്ളപ്പോൾ എൽ ഡി എഫിന് 71,000 കുറഞ്ഞിരിക്കുകയാണ്. എൻ ഡി അതേ വോട്ട് ഷെയർ തന്നെയാണ് നിലനിർത്തിയ 12,000 വോട്ട്, കാര്യമായ ഇൻക്രീസ് ഇല്ല. ഇപ്പോൾ മുന്നണികളുടെ വോട്ട് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് 74,000 വോട്ടുണ്ടായിരുന്നത് 83,000 2021 അസംബ്ലിക്ക് ഉയരുകയും ലോക്സഭയിൽ അത് 71,000 കുറയുകയും ചെയ്തു. ഏകദേശം ഒരു 12,000 വോട്ടിൻ്റെ കുറവ് എൽ ഡി എഫിനുണ്ട്. അതേപോലെ യു ഡി എഫ് 70,000 വോട്ടുള്ളത് 79,000 80,000 ആയി, പിന്നെ അത് 95,000 ആയിട്ടുണ്ട്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് ഇൻക്രീസ് ആണ്. എൻ ഡി എ അതേപോലെ തന്നെ 14,000 2016 വോട്ടാണ് ഏറ്റവും കൂടുതൽ, അതിനെക്കാട്ടും കുറഞ്ഞിട്ടേ ഉള്ളൂ. 21 ആയപ്പോൾ 10,000 ആയി. 24 ലോക്സഭയിൽ 12,000 2,000 വോട്ട് കൂട്ടാനേ പറ്റിയിട്ടുള്ളൂ. 3 മണ്ഡലം കൂടെ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, 3 തെരഞ്ഞെടുപ്പുകളും ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് 2 അസംബ്ലിയിലും ജയിച്ചെങ്കിലും ലോക്സഭയിൽ വലിയൊരു ലീഡ് യു ഡി എഫ് എടുത്തിരിക്കുകയാണ്. വലിയ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,000 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് കുറച്ചാലും ഇച്ചിരി ടൈറ്റ് ആവുമെന്നാണ്. ഇപ്പം തന്നെ 2014 21 ടൈറ്റായൊരു മണ്ഡലം അത് ഇത്രയും ലീഡൂടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു അസംബ്ലിയിൽ ആ ട്രെൻഡ് പ്രതിഫലിക്കാനാണ് സാധ്യതയാണ് എൻ്റെ ഒരു നിഗമനം. അതായത് യു ഡി എഫിൻ്റെ ഒരു അപ്പർ ഹാൻഡായിട്ട് തന്നെ ഞാൻ കാണുന്നൊരു മണ്ഡലമാണ്. ഷാഫി പറമ്പിൻ്റെ വോട്ടാണെങ്കിലും അത് കുറച്ചൊക്കെ തിരിച്ച് എൽ ഡി എഫിലോട്ടും എൻ ഡി എയിലോട്ടും പോയാലും കുറച്ച് നിലനിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാദാപുരവും ഒരു ടൈറ്റ്, ആര് ജയിച്ചാലും ഒരു 2,000-3,000 വോട്ടിനെ ജയിക്കത്തുള്ളൂ. എന്നാലും ചിലപ്പോൾ ഒരു യു ഡി എഫ് ഇങ്ങനെ ട്രെൻഡ് പോലെ ഉണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു മാർജിന് ജയിച്ചെന്നിരിക്കുക. അതായത് യു ഡി എഫിന് അപ്പർ ഹാൻഡാണ് ഞാൻ ഈ മണ്ഡലത്തിൽ കാണുന്നത്. വേറൊരു മണ്ഡലമായിട്ട് അടുത്ത വീഡിയോ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.